ഒരിടവേളയ്ക്ക് ശേഷം ഒറ്റപ്പാലം NSS കോളേജിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി 4 പേർക്ക് പരിക്ക്. വിദ്യാർത്ഥി സംഘർഷങ്ങൾ പതിവായതോടെ പോലീസ് കടുത്ത നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ കുറച്ചുനാളായി ഒറ്റപ്പാലം NSS കോളേജിൽ സംഘർഷങ്ങൾ ഒഴിവായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. KSU പ്രവർത്തകരുടെ കൊടിത്തോരണങ്ങൾ ചവിട്ടി നശിപ്പിച്ചു എന്നാരോപിച്ച് SFI പ്രവർത്തകരെ ക്യാൻറ്റീനിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് SFIയുടെ വാദം. ഇന്ന് കോളേജിൽ രാവിലെ ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയിരിക്കുന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അമ്മാനും തേർഡ് ഇയർ വിദ്യാർത്ഥി അമ്മാനും സംഭവം കൂടിയിട്ടാണ് ക്യാൻറ്റീനിലേക്ക് കയറി വന്നത്. അപ്പോൾ ഞാനവിടെ നിന്ന് ചായ കുടിക്കുകയായിരുന്നു. അവർ കോളേജിൻ്റെ KSU യൂണിയൻ്റെ കൊടി ചവിട്ടി അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് എന്നെ ആദ്യം പുറത്തേക്ക് വിളിച്ച് അവിടുന്ന് പിന്നെ കുറച്ച് കാര്യമായിട്ട് മർദ്ദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ക്യാൻറ്റീനിലേക്ക് പോകുമ്പോഴാണ് സംഘർഷം അയച്ചു വിട്ടത്. ഇവരെല്ലാവരും കൂടിയിട്ട് തുടർന്ന് വടിവെച്ച് പരിക്കേൽക്കുകയും അങ്ങനെ കുറേ ഉണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണുവിനും പരിക്കേറ്റിട്ടുണ്ട്. SFI പ്രവർത്തകരുടെ മുതുകിനും കഴുത്തിനുമാണ് പരിക്ക്. അതേസമയം കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് KSU വിജയിച്ചതിനെ തുടർന്ന് SFI അസഹിഷ്ണുത കാണിക്കുകയാണെന്നും ബോധപൂർവം പ്രകോപനമുണ്ടാക്കി മർദ്ദനം അഴിച്ചുവിടുകയുമാണെന്ന് KSUവും ആരോപിക്കുന്നു. ഇന്ന് രാവിലെ ഏകദേശം രാവിലെ ഉച്ച സമയത്ത് 12:30 മണി ടൈമിൽ ഞങ്ങൾ ക്യാൻറ്റീൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ SFIക്കാർ അവിടെ യൂണിയനിൽ ചെയർപേഴ്സൺ ഞങ്ങൾക്കാണ് കിട്ടിയിട്ടില്ല, KSUവിന് കിട്ടിയിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ പറ്റാതെ അതിൽ സംഘർഷം ഉണ്ടാക്കി ഉപദ്രവിക്കുക എന്നുള്ള രീതിക്കാണ് അവർ വന്നതും ഞങ്ങൾ ഉപദ്രവിച്ചതും. അത് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അവർ മാരകമായിട്ട് അടിക്കുകയും അതുപോലെ തന്നെ കല്ലെടുത്ത് കുത്തുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൈപിടിച്ച് തിരിക്കുകയും അതുപോലെ തന്നെ ചവിട്ടുകയും ക്രൂരമായിട്ട് തന്നെ മർദ്ദിക്കുകയുണ്ടായി. എനിക്ക് പറ്റിയത് എൻ്റെ കയ്യിൽ അവർ വടികൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. വടികൊണ്ട് എന്താണെന്ന് അറിയില്ല, അവർ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തലയിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, കഴുത്തിലേക്ക് അവർ കുത്തിയിട്ടുണ്ടായിരുന്നു. KSU പ്രവർത്തകർക്ക് കയ്യിലാണ് പരിക്കേറ്റത്. ഇരു കക്ഷികളുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പരിക്കേറ്റ SFI പ്രവർത്തകരായ അഭിഷേക്, വിഷ്ണു, KSUവിൻ്റെ മുൻ യൂണിയൻ ചെയർപേഴ്സൺ ആതിര, ഫവാദ് എന്നിവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഇരുകൂട്ടരും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.